സിനുജി, അങ്ങേയറ്റം മാനവിക വിരുദ്ധമായ ഉള്ളടക്കങ്ങളുള്ള ഒരു പുസ്തകമാണ് ഈ ഖുറാൻ എന്നാണ് പലരും വിശ്വസിക്കുന്നത്. അതിൻ്റെ പേരിൽ പല സ്ഥലങ്ങളിൽ പല ആളുകൾ ഈ പുസ്തകം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്താറുണ്ട്. അത്തരത്തിൽ ചെയ്ത ഒരാളാണ് സൽമാൻ മോമിക. അയാൾക്കിപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ ഖുറാനെതിരെ അല്ലെ പ്രവാചകനെതിരെ എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചാൽ വലിയ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകും, പാശ്ചാത്യ രാജ്യങ്ങളടക്കം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് സ്വീഡനിൽ വെച്ച് ഒരു ഇറാഖി വംശജനാണ് അയാൾ, സൽമാൻ മോമിക. അയാളെ വെടിവെച്ച് കൊന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഇയാളെ വെടിവെച്ച് കൊല്ലാനുള്ള കാരണം ഈ സൽമാൻ മോമിക എന്ന് പറയുന്നത് ക്രൈസ്തവ മതത്തിൽപ്പെട്ട ആളാണെന്നും പറയുന്നുണ്ട്, ഇസ്ലാം മതക്കാരനാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇയാൾ പിന്നീട് നിരീശ്വരവാദിയായി മാറുകയും കടുത്ത ഇസ്ലാം വിരുദ്ധനായി മാറുകയൊക്കെ ചെയ്തു. ഇസ്ലാം വിരുദ്ധനായതോടുകൂടി ഇയാൾ ഖുറാനൊക്കെ കത്തിക്കുന്നു. അപ്പോൾ സ്വീഡൻ എന്ന് പറയുന്ന രാജ്യത്ത് ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ നമുക്കുണ്ട്. അതായത് നമുക്ക് ഇഷ്ടമുള്ളത് പറയാം, ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാം, മറ്റു മതങ്ങളെ നിന്ദിക്കാം, മറ്റു മതങ്ങൾക്കെതിരായി നിയമപരമായി അതിന് പ്രശ്നമൊന്നുമില്ല. അത്തരം കാര്യങ്ങൾക്കൊക്കെ വലിയ സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അപ്പം ആദ്യം നമ്മൾ സ്വീഡൻ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് അറിയണം. സ്വീഡൻ എന്ന് പറയുന്നത് സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്ന് പറയും. അതായത് ഡെൻമാർക്ക്, നോർവേ, അതുപോലെ തന്നെ ഈ സ്വീഡൻ, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ സ്കാൻഡിനേവിയൻ രാജ്യം. ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ പ്രത്യേകത മനോഹരമായ ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലം കൂടിയാണ്. അവിടെ ധാരാളം ആളുകൾക്ക് താമസിക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ കൊടും ശൈത്യമായതുകൊണ്ട് അങ്ങോട്ടേക്ക് ആളുകൾ പോകുന്നില്ല. പക്ഷേ ഒരു ലിബറലിസം ഒക്കെ അവർ വിശാലമായി ഓപ്പൺ ആക്കി കൊടുത്തിരുന്നു. അപ്പോൾ സ്വീഡൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ ലിബറലിസം ഉണ്ട്. എന്ന് പറഞ്ഞാൽ കാണാനും കേൾക്കാനും ഒക്കെ കൊള്ളാം. പക്ഷേ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നാണ് സ്വീഡൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾക്കായിട്ട് അഭയാർത്ഥികളായിട്ട് വരുന്ന ആളുകളെ സന്തോഷത്തോടെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ് സ്വീഡൻ. മാത്രമല്ല ഈ രാജ്യത്ത് വലുതായിട്ട് ക്രൈം ഒന്നുമില്ല, ജനങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമാണ്, പോപ്പുലേഷനും കുറവാണ്. മാത്രമല്ല ഉള്ള ആളുകൾ താമസിക്കുന്നതെല്ലാം സിറ്റിയിലുമാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് പല രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ പതിയെ ഇവിടേക്ക് കുടിയേറിയെത്തിയത്. അങ്ങനെ കുടിയേറുന്നതിൻ്റെ ഭാഗമായിട്ട് സിറിയയും അഫ്ഗാനും തമ്മിലൊരു വലിയ യുദ്ധമുണ്ടായി. ഈ യുദ്ധമുണ്ടായപ്പോൾ നിരവധി ആളുകൾ അവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി. പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് അടക്കം പോയപ്പോൾ പല രാജ്യങ്ങൾക്കും അവർക്ക് അനുമതി നിഷേധിച്ചു. ആ സമയത്ത് സ്വീഡനിലേക്ക് അവർ ചെല്ലാൻ ശ്രമിച്ചു. സ്വീഡൻ ഇവരെ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. മാത്രമല്ല ഇവർക്കെല്ലാം തന്നെ PR ഒക്കെ കൊടുത്തു. മാത്രമല്ല ആ രാജ്യത്തെ ജനങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും, ഭക്ഷണം, വീട്, എഡ്യൂക്കേഷൻ, അതുപോലെ മെഡിക്കൽ ഫെസിലിറ്റി എല്ലാം കൊടുത്തു. അങ്ങനെ അവിടുത്തെ ഒരു ജനങ്ങളായിട്ട് ഈ പറയുന്ന കുടിയേറ്റക്കാർ മാറി. അങ്ങനെ കുടിയേറ്റക്കാരെ കൂടുതൽ ഇവിടെ എത്തിയപ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ നിലവിലെ സ്വീഡൻ ജനസംഖ്യയുടെ 26% വിദേശത്ത് ജനിച്ചു വളർന്നവരാ. എന്ന് പറഞ്ഞാൽ കുടിയേറ്റക്കാരാ. അങ്ങനെ കയറിയ കുടിയേറ്റക്കാർ, ഒരുപാട് മുസ്ലിം കുടിയേറ്റക്കാരും വരുന്നുണ്ട്. മുസ്ലിം കുടിയേറ്റക്കാരെ കൂടുതൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിറിയയും അഫ്ഗാനും തമ്മിലുള്ള യുദ്ധം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന എല്ലാവരായിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഇറാഖിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് അടക്കം ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ധാരാളം പേര് പോകുന്നു. സ്വാഭാവികമായും കൂടുതൽ ചെല്ലുന്ന മുസ്ലിം ഭൂരിപക്ഷമുള്ള ആളുകളാണ് ചെല്ലുന്നത്. അവരവിടെ ചെന്ന് താമസിച്ച് സൗകര്യമൊക്കെ കിട്ടിയപ്പോൾ അവരവരുടെ ഫ്രണ്ട്സിനെ, അതുപോലെ തന്നെ റിലേറ്റീവ്സിനെ ഒക്കെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ 2018 അത് ശരിയാണ് സുനിജി. ഈ യൂറോപ്പ് നേരിടുന്ന വലിയ ഭീഷണികളിൽ ഒന്ന് ഈ മുസ്ലിം കുടിയേറ്റമാണ്. മുസ്ലിം തീവ്രവാദം തഴച്ചു വളരുന്നു എന്ന് പറഞ്ഞുള്ള വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം കണ്ടതാണ്. ഇപ്പൊ ഈ ക്രിസ്മസ് ആഘോഷ സമയത്തൊക്കെ ഒരു മാർക്കറ്റിൽ അവരാഘോഷിക്കുന്ന സമയത്തിനിടയിൽ തക്ബീർ മുഴക്കിക്കൊണ്ട് വലിയൊരു സംഘം കൂട്ടമായിട്ട് പോയിട്ട് അതിനിടയിൽ കലാപം ഉണ്ടാക്കുന്ന സംഭവം ജർമ്മനിയിലാണ്. അതെ. അതുപോലെ തന്നെ ചില മാർക്കറ്റുകളിൽ കാറ് കയറ്റിയിട്ട് അങ്ങനത്തെ നിരവധി സംഭവങ്ങൾ ഇപ്പൊ യൂറോപ്പിലെ ഒരു പതിവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ 2018 ഇറാഖിൽ നിന്ന് സൽമാൻ മോമിക സ്വീഡനിലേക്ക് എത്തിയത്. എന്നിട്ട് അദ്ദേഹം അവിടെ ഒരു പൗരനാകാനുള്ള അഭയാർത്ഥിയായിട്ട് എത്തിയാണെന്നൊക്കെ പറഞ്ഞ് അപേക്ഷ നൽകുന്നു. അത് പരിഗണിക്കാനിരിക്കെ ചില പ്രശ്നങ്ങൾ ഈ സൽമാൻ മോമിക ഉണ്ടാകുന്നു. ഇയാൾ ഒരു യുക്തിവാദിയാണ്. അതുകൊണ്ട് ഇയാൾക്ക് ഈ മുസ്ലിം മതവിഭാഗത്തോട് വലിയ എതിർപ്പാണ്, ഖുറാനോട് താല്പര്യമില്ല. ഇയാൾ ഈ ഖുറാനൊക്കെ പരസ്യമായി കത്തിക്കും, വീഡിയോ എടുത്തിട്ട്. ഖുറാൻ പരസ്യമായി കത്തിക്കാൻ പറഞ്ഞാൽ വലിയ കുറ്റമാണല്ലോ. പക്ഷേ സ്വീഡൻ പോലെയുള്ള രാജ്യത്ത് അത് ചെയ്തതിന് കുഴപ്പമില്ല. ഖുറാൻ കത്തിക്കണോ, കത്തിച്ചോ. ബൈബിൾ കത്തിക്കണോ, തോറ കത്തിക്കണോ, ഒരു പ്രശ്നമില്ല. മറ്റു മതങ്ങളുടെ എന്ത് ഗ്രന്ഥം കത്തിച്ചാലും അവർക്ക് പ്രശ്നമില്ല. ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോലീസ് വരും. അതായത് നിയമപരമായിട്ട് അത് ഓക്കെയാണ്. അതെ. ഇപ്പോൾ ഗൗതമിനൊരു ഖുറാൻ കത്തിക്കണം, നേരെ പോലീസിന് കൊണ്ടൊരു അപേക്ഷ, എനിക്ക് ഖുറാൻ കത്തിക്കണം. എവിടെ കത്തിക്കണ്ടേ? പള്ളിയുടെ മുമ്പിൽ. ശരി, പള്ളിയുടെ മുമ്പിൽ പോയി കത്തിച്ചു. പോലീസ് അവിടെ പ്രൊട്ടക്ഷൻ വന്നിരിക്കും. അപ്പോൾ ഇതിനെ എതിർക്കുന്ന ആളുകൾ വന്നാൽ പോലീസ് ഒരു പ്രത്യേക അകലത്തിൽ ഇവരെ നിർത്തുകയും ചെയ്യും. അങ്ങനെ പള്ളികളുടെ ഒക്കെ മുമ്പിൽ വെച്ച് ഇയാളിത് കത്തിച്ചത് 2023 ജൂണില് പെരുന്നാൾ ദിനത്തിലാണ്. സ്റ്റോക്ക്ഹോം സെൻട്രൽ മോസ്കിന് മുന്നിൽ വെച്ചാണ്
അപ്പോൾ സ്റ്റോക്ക്ഹോം സെൻട്രൽ മോസ്കിന്റെ മുമ്പിൽ ഈ ഖുറാൻ കത്തിച്ചപ്പോൾ അതൊരു സാധാരണ സംഭവമായിട്ട് മാത്രമേ സ്വീഡൻ എടുത്തുള്ളൂ. പക്ഷേ മറ്റ് മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. പ്രത്യേകിച്ച് ഇറാഖ് വലിയ പ്രശ്നമുണ്ടാക്കുകയും സ്വീഡന്റെ അംബാസഡറെ ആ രാജ്യത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തു. മാത്രമല്ല സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും വലിയ തോതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി. അങ്ങനെ സ്വീഡനുമേൽ രാജ്യാന്തര തലത്തിൽ സമ്മർദ്ദം കൂടി വന്നു. അങ്ങനെ സമ്മർദ്ദം കൂടി വന്നപ്പോൾ ഈ സൽമാൻ മോമിയക്കെതിരെ കേസ് എടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ സൽമാൻ മോമിയക്കെതിരെ കേസെടുക്കുകയും പിന്നീട് കോടതിയിൽ ഇതിൻ്റെ തുടർ നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്തു. കാരണം സ്വന്തം രാജ്യത്ത് എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കുകയും ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുകയുമാണ് ഈ സൽമാൻ മോമിക ചെയ്തത്. സൽമാൻ മോമിക മാത്രമല്ല, ഇയാൾക്കൊരു കൂട്ടുകാരുണ്ട് സൽമാൻ നജീം എന്ന് പറഞ്ഞിട്ട്. ഇവർ രണ്ടുപേരും കൂടിയാണ് ഇത്തരം പ്രവർത്തനമൊക്കെ നടത്തുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് ഈ ജനുവരി 30 അദ്ദേഹം തൻ്റെ ഫ്ലാറ്റിൽ വെച്ച് ഒരു ഖുറാൻ കത്തിക്കാനുള്ളൊരു ശ്രമം നടത്തും. അതിന് വേണ്ടിയിട്ട് ഇയാൾ ടിക്ടോക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ചെല്ലുന്നു. ഇതിനെതിരെ ഇപ്പം പക്ഷേ ഇവിടെ സ്വീഡനിൽ ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഒരു കേസ് എടുക്കുന്നതല്ല, ഇയാളൊരു ഫ്ലാറ്റ് വെച്ച് ചെയ്യല്ലേ, ഇയാൾ സ്വന്തം ഫ്ലാറ്റിൽ വെച്ച് അതിന്റെ വിധി കേൾക്കാൻ പോകുന്നതിന്റെ തൊട്ട് തലേ ദിവസം. അതെ, ഇതിന്റെ ഈ കേസ് സ്വീഡിഷ് കോടതിയിൽ നിൽക്കുകയാണ്. അതിന്റെ വിധി വരുന്നതിന് തലേ ദിവസമാണ്. ഇയാൾ സ്വന്തം ഫ്ലാറ്റിൽ വെച്ചിട്ട് ഈ ടിക്ടോക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോ ചെയ്യുമ്പോൾ വീണ്ടും ഖുറാനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ അല്ല ഇസ്ലാമിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ സ്വന്തം ഫ്ലാറ്റിൽ വെച്ച് ഈ സംഭവം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ സെൻട്രൽ മോസ്കിൻ്റെ മുമ്പിൽ വെച്ച് ഈ ഖുറാൻ കത്തിച്ചതിൽ വിരോധം തോന്നിയ അല്ലെ അനിഷ്ടം തോന്നിയ കുറേ ആളുകൾ ഇയാളുടെ ഫ്ലാറ്റിലേക്ക് എല്ലുകയും ഇയാളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഈ വെടിവെച്ച് കൊല്ലുന്നത് ലൈവായിട്ട് ലോകമെങ്ങും കണ്ടു. കാരണം ഇയാൾ ലൈവായിട്ട് എന്തോ ഒരു സംഭവം പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആ ലൈവ് സ്ട്രീം നടക്കുന്നതിനിടയിലാണ് അക്രമകാരികൾ വരികയും ഇയാളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തത്. സ്വീഡന് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ വലിയ നാണക്കേടുണ്ടാക്കി. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇയാൾ പിന്നെ സ്പെയിനിലേക്കൊക്കെ അതിനും നേരത്തെ അഭയാർത്ഥിയൊക്കെ ആയിട്ട് പോകാൻ വേണ്ടി നോക്കിയിരുന്നു കേട്ടു. പക്ഷേ സ്പെയിനിനെ നിരോധിച്ചു. സ്പെയിനിലേക്ക് നോർവേയിലേക്ക് മാറ്റാൻ. അപ്പോൾ ഉൽഫ് ക്രിസ്റ്റൻസ് എന്ന് പറയുന്ന സ്വീഡൻ പ്രധാനമന്ത്രി പറയുന്നു ഈ മോമിയെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ വിദേശ ശക്തികളുണ്ട്. ശരിയായിരിക്കാം. കാരണം മുസ്ലിം രാജ്യങ്ങൾക്ക് ഈ ഖുറാൻ കത്തിക്കുന്നത് ഇസ്ലാം മതത്തിനെ അപകീർത്തിപ്പെടുത്തുന്നതും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ ഇയാളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ സൽമാൻ മോമിയയ്ക്കും ഇയാളുടെ സുഹൃത്തായ സൽമാൻ നജീമിനും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല ഇയാൾക്കെതിരെ ഇത്രയും ഭീഷണി ഉള്ള സ്ഥിതിക്ക് ഇയാളെ നോർവേയിലേക്ക്, മറ്റൊരു സ്കാൻഡിനേവിയൻ രാജ്യമാണ്, നോർവേയിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അതിനുള്ള നടപടിക്രമവും വന്നില്ല. കാരണം ഇയാൾ അഭയാർത്ഥിയാകാൻ കൊടുത്ത അപേക്ഷയിൽ ചില പൊരുത്തക്കേടുകളുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് ഇയാളെ മാറ്റാൻ ശ്രമിച്ചത്. ബോധപൂർവമായിട്ട് അങ്ങനെ അതെ ആകാം. പക്ഷേ ഇയാൾ ഞാൻ പറഞ്ഞില്ല, മറ്റൊരു രാജ്യത്തുനിന്ന് അഭയാർത്ഥിയായിട്ട് വന്നിട്ട് ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറി മറ്റു മതങ്ങളെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതിലൂടെ നാണക്കേടുണ്ടായത് സ്വീഡൻ ജനതയ്ക്കാണ്. അപ്പോൾ ഇത്രയും കാലം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച സ്വീഡിഷ് ജനത പതുക്കെ ഇവർക്കെതിരെ തിരിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കടന്നു വന്ന ആളുകൾക്ക് എല്ലാ സൗകര്യവും ഇവർ ചെയ്തു കൊടുത്തല്ലോ. മോസ്കുകൾ പണിഞ്ഞു കൊടുത്തു, വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം എല്ലാം ചെയ്തു കൊടുത്തപ്പോൾ ഇവർ അവരുടെ തനിനിറ കാണിച്ചു. കാരണം തങ്ങളുടേതായ മത നിയമങ്ങൾ ഇനി സ്വീഡനിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഇപ്പോൾ പലസ്തീനും ഹമാസും തമ്മിലൊരു യുദ്ധം ഉണ്ടാകുന്നു, അല്ലെ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഈ സമയത്ത് പലസ്തീൻ അനുകൂലമായ മുദ്രാവാക്യമൊക്കെ വിളിച്ച് വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുന്നു. എന്നിട്ട് സ്വീഡിഷ് ജനതയുടെ മുകളിലേക്ക് ഈ പറയുന്ന പ്രക്ഷോഭകാരികൾ കടന്നു കയറുന്നു. സമാധാനപരമായിട്ട് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി ജീവിക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ ഒരു നഗരത്തിൽ കയറി ചെന്നിട്ട് ഇത്തരം രീതിയിലുള്ള അലമ്പ് പരിപാടികൾ ആസൂത്രണം ഉണ്ടാക്കാനാണ് ഇവർ ഈ ഗ്രൂപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ സ്വീഡിഷ് സെക്യൂരിറ്റി സർവീസ് നേരത്തെ മുന്നറിയിപ്പ് നൽകി ഈ ഖുറാനെതിരെ അല്ലെ ഇസ്ലാം മതത്തിനെതിരെയുള്ള ഈ സൽമാൻ മോമികയുടെ പ്രവർത്തനങ്ങൾ സ്വീഡൻ എന്ന് പറയുന്ന രാജ്യത്തിന് പിന്നെ ഭീഷണിയാവും. ഭീകരവാദികൾ ഇവിടെ കടന്നു കയറും, അക്രമം നടത്തും. നേരത്തെ ഗൗതം പറഞ്ഞ പോലെ ജർമ്മനിയിലും ഫ്രാൻസിലുമൊക്കെ ഉണ്ടായത് ഇത്തരത്തിലുള്ള ആക്രമണമാണ്. UK-യിലും ഇതുണ്ടായി. നമ്മുടെ സൽമാൻ റുഷ്ദി എന്ന് പറഞ്ഞ എഴുത്തുകാരൻ, അദ്ദേഹത്തിനെതിരെ പബ്ലിക്കായിട്ട് അദ്ദേഹത്തിനെതിരെ ഒരു ആക്രമണം ഉണ്ടായി. ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇറാന്റെ പരമാധികാരി ഉണ്ട് ആയത്തുള്ള അലി ഖമനി, ഇയാൾക്കെതിരെ ഫത്വ പുറപ്പെടുവിച്ചു. എന്നിട്ട് പറഞ്ഞു ഇയാളെ കൊല്ലണം, ഏറ്റവും ക്രൂരമായ ശിക്ഷ നൽകണം. അപ്പം മുസ്ലിം രാജ്യങ്ങൾ, സൗദി അറേബ്യ ആയിക്കോട്ടെ, ഇറാഖ് ആയിക്കോട്ടെ, ഇറാൻ ആയിക്കോട്ടെ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ശക്തമായ നിലപാട് സ്വീഡനെതിരെ സ്വീകരിച്ചു. എന്തിന് നമ്മുടെ നാട്ടിൽ പോലും ജോസഫ് മാഷ കൈവിട്ടു. അതെ. അപ്പോൾ സ്വീഡന്റെ ഈ പരമാധികാരം, സ്വീഡന്റെ സ്വാതന്ത്ര്യത്തെ അഭയാർത്ഥികളായി എത്തുന്നവർ ദുരുപയോഗം ചെയ്യുന്നത് അവിടുത്തെ ജനത ഇഷ്ടപ്പെടുന്നില്ല. അതായത് വരുന്ന സ്വീഡിഷ് ജനത, വരുന്ന തലമുറകളുണ്ടല്ലോ, ആ തലമുറയ്ക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യമാണ് ഇവർ ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വീഡൻ തീരുമാനമെടുത്തു തങ്ങളുടെ രാജ്യത്ത് വന്ന് എന്തെങ്കിലും അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. തങ്ങളുടെ നാട്ടിൽ വരുന്നതിന് മുമ്പ് മറ്റേതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും ക്രൈമിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ ഇവരുടെ പൗരത്വം റദ്ദാക്കും. അതായത് സ്വീഡിഷ് ഉൾപ്പെടെയുള്ള ഇരട്ട പാസ്പോർട്ടൊക്കെ നേടുന്ന ആൾക്കാരുണ്ട്, അവരുടെ സ്വീഡിഷ് പാസ്പോർട്ട് റദ്ദാക്കും. അപ്പോൾ ശക്തമായ നടപടിയെടുക്കും. ട്രംപ്
ട്രംപ് അനധികൃതമായി കുടിയേറിയ ആളുകളെ മുഴുവൻ പുറത്താക്കുമെന്ന് പറയുകയും അത്തരം കുറേ ആളുകളെ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്തതാണ്. സ്വീഡനും പറഞ്ഞു ഞങ്ങളും ഈ നിലപാടിലേക്ക് പോകുന്നു, ഇല്ലീഗലായിട്ടുള്ള മുഴുവൻ റെസിഡൻസിനെ ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കും. അപ്പം ആ രാജ്യത്തിൻ്റെ സമാധാനം, സ്വസ്ഥത, കൃത്യമായ ജീവിത രീതി ഇതിനെല്ലാം തന്നെ ഇല്ലാതാക്കിയ ഈ അഭയാർത്ഥികളെ ഇനി അവിടെ വെച്ചു പൊറപ്പിക്കേണ്ടെന്ന് സ്വീഡിഷ് ജനത അവിടുത്തെ ഭരണകൂടത്തോട് ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല ഇങ്ങനെ ഭരണകൂടത്തിനെതിരായി തിരിയാനുള്ള പ്രധാന കാരണം ഇങ്ങനെ കടന്നു കയറുന്നവർ വലത് വംശീയ പാർട്ടികളുണ്ടാക്കും. ഈ വലത് വംശീയ പാർട്ടികൾ ഇപ്പോൾ UK കാണുന്നത് പോലെ അവർ ഭരണത്തിലേക്ക് കയറി അവരുടെ ഇഷ്ടം പോലെ ജീവിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി സ്വീഡനിൽ ഞങ്ങൾ ഇത് അനുവദിക്കില്ല. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ മൊത്തം നിലപാടെടുക്കുന്നു. ട്രംപ് അമേരിക്കയിൽ നിന്ന് എങ്ങനെയാണോ ഇല്ലീഗൽ റെസിഡൻസിനെ പുറത്തേക്ക് കൊണ്ടുവന്നത്, മറ്റ് രാജ്യങ്ങളിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്വീഡനിലേക്ക് കടന്നു കയറിയ മറ്റ് രാജ്യക്കാരെല്ലാം തന്നെ ഡീപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഉണ്ടായാൽ യുഗോസ്ലാവിയയിൽ നിന്ന്, അഫ്ഗാനിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന്, ഇറാഖിൽ നിന്നൊക്കെ കടന്നു കയറിയ വലിയൊരു വിഭാഗം ജനതയ്ക്ക് സ്വീഡനിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. അപ്പോൾ ലോകത്തെ ഏറ്റവും മനോഹരമായ രാജ്യം, ഒരുപാട് വിസ്തൃതിയുണ്ട്, നിരവധി ആളുകളെ സ്വീകരിക്കാനുള്ള മഹാമനസ്കതയുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഒടുവിൽ സ്വീഡന് ഈ കുടിയേറ്റക്കാർ പണി കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടുത്തെ ആ പണി ഇവർക്ക് വലിയ പ്രശ്നമാണ്. മാത്രമല്ല 2018 ഇറാഖിൽ നിന്ന് വന്ന ഒരാളാണ് ഇവിടെ വന്നിട്ട് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കി. ഇയാൾ പള്ളികളുടെ മുമ്പ് പോയി ഖുറാൻ കത്തിക്കുക എന്നൊക്കെ പറഞ്ഞ് മറ്റൊരു മതത്തെ നിന്ദിക്കല്ലേ. സത്യത്തിൽ സ്വീഡൻ ഇങ്ങനെ ആയിരുന്നില്ല. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ മതനിന്ദ എന്ന് പറയുന്ന ഒരു കുറ്റമായിട്ട് തന്നെ ഇവർ കണക്കാക്കുന്നുണ്ട്. ഏതാണ്ട് 80ഓളം രാജ്യങ്ങളിൽ മതനിന്ദ നടത്തിയാൽ അത് വലിയ ക്രിമിനൽ കുറ്റമാണ്. കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് ഉണ്ടാകാതിരുന്നത്. കത്തിച്ചു എന്നത് പക്ഷെ അവിടെ നിയമപരമായിട്ട് അതിനെ നേരിടാം, കോടതി കൊണ്ടുപോകാം. പക്ഷെ അവിടെ നേരെ വന്നിട്ട് കൊല്ലുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സമ്മതിക്കാൻ. അതാണ് സ്വീഡന്റെ ഏറ്റവും വലിയ പ്രശ്നം. അവിടെ അക്രമ സംഭവങ്ങൾ പോലും ഉണ്ടാകാതിരുന്ന ഒരു രാജ്യത്ത് ഒരാളെ ലൈവായിട്ട് വെടിവെച്ച് കൊല്ലുന്ന സ്വീഡിഷ് ജനത കാണുകയാണ്. അയാൾ എന്തായിരിക്കും പറയുന്നത് നമുക്കറിയില്ല. അപ്പോൾ അയാൾ ലൈവ് സ്ട്രീമിങ്ങിന് ഒരുങ്ങുന്ന സമയത്ത് അയാളെ ഒരാൾ വന്ന് വെടിവെച്ച് കൊല്ലുന്നു. ഈ പോലീസ് പെട്ടെന്ന് ഇത് അറിയുന്നു, പോലീസ് അവിടെ ചെന്ന് ഇയാളുമായിട്ട് ആശുപത്രിയിൽ എത്തിച്ചെല്ലപ്പോഴേക്കും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ മനസ്സിലാകുന്നത് ഇയാളുടെ സുഹൃത്തായ സൽമാൻ നജീമിനെയും കൊല്ലും. സൽമാൻ നജീമിനെതിരെ ഭീഷണിയുണ്ട്. സ്വീഡനിലെ സെക്യൂരിറ്റി സർവീസ് ഇത് തിരിച്ചറിയുന്നുണ്ട്, ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുമെന്നറിയില്ല. അപ്പോൾ ഇവർ പറയുന്നു ഇത്തരത്തിലുള്ള മതനിന്ദാ നിയമം ഞങ്ങളും കർശനമാക്കാൻ പോവുകയാണ്. ഇനി ഏതെങ്കിലും മതത്തെ നിന്ദിക്കുന്നതിനോട് നമ്മളും അനുകൂലിക്കേണ്ട, അതിനനുസരിച്ച് നിയമം പാസ്സാക്കാമെന്ന് സ്വീഡിഷ് ജനത ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഇനി ഈ അനധികൃത കുടിയേറ്റക്കാരെ, പ്രത്യേകിച്ച് തീവ്ര മുസ്ലിം നിലപാടുള്ള കുടിയേറ്റക്കാരെ മുഴുവൻ പുറത്താക്കും. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, യൂറോപ്യൻ രാജ്യങ്ങൾ ഇങ്ങനെ ആളുകളെ കുടിയിറക്കി കഴിഞ്ഞാൽ ഏതാണ്ട് 10 മുതൽ 15 ലക്ഷം പേര് അഭയാർത്ഥികളായിട്ട് തെരുവിൽ കഴിയേണ്ടി വരും. കാരണം ഒരു രാജ്യം ഇവരെ ഏറ്റെടുക്കില്ല. അപ്പോൾ സ്വീഡൻ എന്ന് പറയുന്ന മനോഹര രാജ്യത്തിൻ്റെ സൗന്ദര്യം, അവരുടെ ഒരു എന്താ പറയുക എല്ലാവരെയും സ്വീകരിക്കാനുള്ള ലിബറൽ മനോഭാവം, ഇതിനെല്ലാം തന്നെ തകർത്ത് അല്ലേ. അങ്ങനെയുള്ള ഈ പറയുന്ന അഭയാർത്ഥികളെ ഇനി ആ രാജ്യം സ്വീകരിക്കില്ല. അപ്പോൾ ഇത്രയും നാൾ സ്വന്തം ജനതയെപ്പോലെ അവർ കരുതി സ്വീകരിച്ചിരുന്നു. മറ്റു രാജ്യക്കാരൊക്കെ വന്നാൽ അവർക്ക് വലിയ സ്നേഹമായിരുന്നു. ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭയപ്പെടുത്തിയിട്ട് കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ ഒരു വിഷയം. അതായത് ജനാധിപത്യമോ അല്ലെങ്കിൽ സംവാദാത്മകമായിട്ടുള്ള ഒരു എന്താണ് ഒരു സംസാരമൊന്നും ഇവർക്ക് തീരെ താല്പര്യമില്ല അല്ലേ. അതാണ് ഈ കൊലപാതകങ്ങളിലേക്കൊക്കെ ഇവരെ ചെന്നെത്തിക്കുന്നത്. നമ്മളിപ്പോ നാട്ടില് ജോസഫ് മാഷ വിഷയം കണ്ടു. ജോസഫ് മാഷ് ചെറിയൊരു ഇതിന്റെ പേരിൽ അയാളെ നേരെ പോയിട്ട് കൈവെട്ടുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള തീവ്രവാദ നിലപാടുകൾ ലോകത്തെമ്പാടുമുണ്ട്. അപ്പൊ കലാപ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാകുന്ന സ്വീഡിഷ് ജനത ഒരു പരിധി വരെ സഹിച്ചു. ഇനി സഹിക്കാൻ കഴിയില്ല എന്ന നിലപാട് വന്നതോടുകൂടിയാണ് ഇവർ ഭരണകൂടത്തെ കാര്യം അറിയിച്ചത്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ സ്വീഡൻകാർ, ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ്, ഞങ്ങളുടെ സ്വസ്ഥതയെ നശിപ്പിക്കുന്ന തരത്തിൽ ഇനിയും കുടിയേറ്റക്കാർ വന്നാൽ അനുവദിക്കില്ല. അത് വലിയ ആഭ്യന്തര കലാപത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ അനധികൃതമായി കയറിയ ആൾക്കാരെ മുഴുവൻ ഇവിടുന്ന് പുറത്താക്കും. ഏതെങ്കിലും തരത്തിൽ അവർ ക്രൈമിൽ ഉൾപ്പെട്ടാൽ അവരെ ഒരു കാരണവശാലും ആ രാജ്യത്ത് തുടരാൻ അനുവദിക്കില്ല. മതനിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്തും ആരെയും വിമർശിക്കാനുള്ള ആ സ്വാതന്ത്ര്യമൊക്കെ ഇനി സ്വീഡിഷ് ജനതയ്ക്കായിട്ട് പരിമിതപ്പെടുത്തും. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ അങ്ങനെ സ്വീഡനിൽ വന്ന് മറ്റു മതങ്ങളെ അപമാനിക്കുകയോ ഖുറാൻ കത്തിക്കുകയോ ഒക്കെ ചെയ്ത് സംഘർഷ സാധ്യതകൾ സൃഷ്ടിക്കേണ്ട എന്ന് സ്വീഡൻ നിലപാടെടുക്കുന്നു. ഇത് ലോകരാജ്യങ്ങൾക്ക് തന്നെ വലിയ മാതൃകയാണ്. എന്തുകൊണ്ട് ഈ ഖുറാൻ കത്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് ആളുകളുടെ മനസ്സ് രൂപപ്പെടുന്നു എന്നുള്ളതും സമൂഹം തിരിച്ചറിയട്ടെ, മനസ്സിലാക്കട്ടെ. അതെ.